നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയുള്ള ഇന്ത്യയുടെ സൈനിക നീക്കം വിജയമാകുമ്പോൾ തെളിയുന്നത് ഇന്ത്യയുടെ സൈനിക കരുത്താണ്. ഒറ്റക്കെട്ടോടെ ഇന്ത്യൻ സൈന്യത്തെയും ഭീകരവാദത്തിനെതിരെയുമുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധതയെയും അഭിമാനത്തോടെ അഭിനന്ദിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളുമെല്ലാം. തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് രാജ്യം ഒറ്റക്കെട്ടായി പിന്തുണ നൽകുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും തന്നെ ഇവർ നൽകിയിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിമാന നിമിഷമെന്ന് വിശേഷിപ്പിച്ചു. സ്തുത്യാർഹമായ ജോലിക്കും ആസൂത്രണം ചെയ്ത പദ്ധതി കുറ്റമറ്റമായി നടപ്പിലാക്കിയതിനും സായുധ സേനയെ യോഗത്തിൽ മോദി പ്രശംസിച്ചിട്ടുണ്ട്. ഏതായാലും ഓപ്പറേഷൻ സിന്ധുവിന്റെ രണ്ടാം വേർഷനും ഇന്ത്യ തയ്യാറാണ്. പാകിസ്ഥാൻ ഇനിയും ആക്രമണത്തിന് മുതിർന്നാൽ ഏത് സമയം ഇന്ത്യ തിരിച്ചാക്രമിക്കും. അപ്രതീക്ഷിതമായി ഇന്ത്യ നൽകിയ ഓപ്പറേഷൻ സിന്ധൂറിനെ തിരിച്ചടി നൽകുമെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിരുന്നത്. ഇതിന്റെ ഫലമായി കൂടുതൽ പാകിസ്ഥാൻ സേനയെ ലാഹോറിൽ എത്തിച്ചിരിക്കുകയാണ്. ലാഹോറിനടുത്തുള്ള കേന്ദ്രങ്ങളിലെല്ലാം പാക് സേനാ സാന്നിധ്യം കൂട്ടിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. പല കൊടും ഭീകരരൊക്കെ തന്നെ ഇവിടെ പാർക്കുന്ന ഏരിയയാണ് ഈ ലാഹോർ എന്ന് പറയുന്നത്. ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള പ്രധാന നഗരമാണ് ലാഹോർ. വാഘ അതിർത്തിയിൽ നിന്നും 2.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ലാഹോറിലെത്താം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലാഹോറിൽ കൂടുതൽ പാക് സൈനികരെ എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പഞ്ചാബ് അതിർത്തിയിൽ പാക് വിമാനങ്ങൾ എത്തിയെങ്കിലും ഇന്ത്യൻ പോർ വിമാനങ്ങൾ ഈ ഭാഗത്തേക്ക് ഉടനടി തന്നെ വന്നതോടെ തിരികെ പോയെന്ന വിവരവുമുണ്ട്. ഇതിനിടെ ഇന്ത്യയുമായി സമ്പർക്കം പുലർത്തുകയാണെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ പ്രതികരിച്ചു. ഒരു വിദേശ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇഷാഖ് ദർ ഇക്കാര്യം പറഞ്ഞത്. ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിൽ എന്നാണ് ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഭീകരവാദികൾക്കെതിരെയായിരുന്നു ആക്രമണം എന്നതിനാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. തുർക്കിയും അസർബൈജാനും മാത്രമാണ് പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചിരിക്കുന്നത്. തീവ്രവാദ വിഷയത്തിൽ പാകിസ്ഥാൻ നയതന്ത്രപരമായി ഒറ്റപ്പെടുകയാണ്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫും പ്രതികരിച്ചു. അതേസമയം തന്നെ ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണം തുടരുകയാണ്. ജമ്മു കാശ്മീരിലെ കുപ്വാര ഗുരേസ് സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തി പൂർണ്ണമായി അടച്ചിടാൻ തീരുമാനിച്ചു. നേരത്തെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമേ പാകിസ്ഥാന്റെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നുള്ളൂ. എന്നാൽ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ നടപടിക്ക് പിന്നാലെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുകയാണ് പാകിസ്ഥാൻ. സ്വന്തം സിവിലിയൻ വിമാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുന്നതായാണ് പ്രഖ്യാപനം. ചില അവശ്യ സർവീസ് വിമാനങ്ങൾക്ക് മാത്രമേ പറക്കാൻ അനുമതിയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. അടുത്ത 48 മണിക്കൂർ നേരത്തേക്കാണ് പാകിസ്ഥാൻ വ്യോമ മേഖല പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. ഇന്ത്യൻ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ നീക്കമുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. എന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ പാകിസ്ഥാൻ മുതിർന്നാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുകൊണ്ടൊന്നും തന്നെ അവസാനിക്കുന്നില്ല. ഒരു പാർട്ട് 2 എന്തായാലും വരുന്നുണ്ട്. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി ഇനിയും കിട്ടുമെന്നുള്ള സൂചന തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. സൈനിക ക്യാമ്പുകളോ സാധാരണക്കാരെയോ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും ഭീകര പരിശീലന കേന്ദ്രങ്ങൾ മാത്രമാണ് പ്രിസിഷൻ അറ്റാക്കിലൂടെ തകർത്തതെന്നുമാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം ഘട്ടം ഉണ്ടാകുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്രവും. 21 പാക് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ പട്ടികയിലുള്ളത്. അതിൽ 9 കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് ഇന്ത്യ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അടിത്തട്ടിൽ തിളച്ചുമറിയുമ്പോഴും പുറമെ ശാന്തമാണെന്ന സൂചന നൽകുന്നതിൽ നരേന്ദ്രമോദിയുടെ ആ തന്ത്രം വിജയം കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അറിയാം, രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചപ്പോൾ യുദ്ധ സാഹചര്യത്തിന്റെ ബോധവൽക്കരണം തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് പാകിസ്ഥാൻ കരുതിയിരുന്നത്. പക്ഷേ ഇന്ത്യ മോക്ക് ഡ്രില്ലിന് മുൻപേ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിന് 20 മിനിറ്റ് മുമ്പാണ് തിരിച്ചടിക്ക് തയ്യാറെന്ന കുറിപ്പ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ കരസേന പോസ്റ്റ് ചെയ്തത്. ഏത് നീക്കവും പ്രതിരോധിക്കുമെന്ന വീരവാദം മുഴക്കിയ പാകിസ്ഥാനെ ഒരു മെസ്സേജ് പബ്ലിക്കായ പോലും നമ്മുടെ ഇന്ത്യൻ ആർമി നൽകിയിട്ടും അതിൻ്റെ ഒരു തുമ്പ് പോലും പിടികിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പുലർച്ചെയുണ്ടായ അപ്രതീക്ഷിത നീക്കത്തെ പ്രതിരോധിക്കാനേ പാകിസ്ഥാനെ കൊണ്ട് സാധിച്ചില്ല.
ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ രാജസ്ഥാനിലെ ജോധ്പൂരിലടക്കം ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ജോധ്പൂരിലെ മുഴുവൻ സർക്കാർ സ്വകാര്യ സ്കൂളുകളും അംഗനവാടികളും അടച്ചിടാൻ ജില്ലാ കളക്ടർ ഗൗരവ് അഗർവാൾ ഉത്തരവിട്ടതായി വാർത്താ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട്. ജോധ്പൂരിന് പുറമെ ശ്രീഗംഗാനർ, ബിക്കാനീർ, ജയ്സാൽമീർ, ബർമർ ജില്ലകളിലെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുന്ന പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയാണ് ജോധ്പൂരിലുള്ളത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ച് രാജസ്ഥാനിലെ വിവിധ നഗരങ്ങളിലും കഴിഞ്ഞ ദിവസം മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിരുന്നു. വൈകുന്നേരം 4 മണിയോടെയാണ് ആദ്യഘട്ട മോക്ക് ഡ്രിൽ നടന്നത്. ഇതിനുശേഷം രാത്രി 8:30 മുതൽ 8:45 വരെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചു. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നു. ട്രെയിൻ സർവീസുകൾ 15 മിനിറ്റ് സമയം നിർത്തിവെച്ച് മോക്ക് ഡ്രില്ലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്നലെ പുലർച്ചോടെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടപ്പിലാക്കിയത്. 9 പാക് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത്. ജെയ്ഷെ ലഷ്കർ, ഹിസ്ബുൾ ഭീകര താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം. അബ്ബാസ് ഭീകര താവളത്തിന് പുറമെ മർക്കസ് സുബ്ഹാൻ മർക്കസ് ത്വയ്ബ, സർജാൽ തെഹ്റ കലമൻ, മഹ്മൂൻ ജൂയ, മർക്കസ് അഹ്ലെ ഹദീസ്, മസ്കർ റഹിൽ ഷാഹിദ്, ഷവായ് നല്ലാഹ്, മർക്കസ് സൈദീന ബിലാൽ എന്നീ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യ വ്യോമാക്രമണത്തിലൂടെ തകർത്തത്. കൃത്യമായി തന്നെ തങ്ങൾ എവിടെയൊക്കെയാണ് അറ്റാക്ക് നടത്തിയിട്ടുള്ളത്, എപ്പോഴൊക്കെയാണ് അറ്റാക്ക് നടത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ ഇന്ത്യ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിട്ടുണ്ട്. അതും നമ്മുടെ സേനകളിലെ 2 മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥർ തന്നെയാണ് ആ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി എത്രയൊക്കെ കള്ളം പറഞ്ഞു തങ്ങളുടെ സാധാരണക്കാരുടെ മേലെ ഇന്ത്യ ആക്രമണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വന്നാലും അതൊന്നും തന്നെ വില പോവില്ല. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഈ വിവരങ്ങളൊക്കെ തന്നെ ലോകരാജ്യങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു സിമ്പതിയുമായിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാമെന്ന് കരുതിയാൽ അതും നടക്കില്ല. മാത്രവുമല്ല, ഇന്നലെ യുദ്ധം നടന്നു കഴിഞ്ഞ് ഈ അറ്റാക്ക് നടന്നു കഴിഞ്ഞ് ഒരു കുറച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇതിനെക്കുറിച്ച് റഷ്യ, അമേരിക്ക, അതുപോലെ തന്നെ UAE, സൗദി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളോടൊക്കെ തന്നെ ഇന്ത്യയുടെ ഈ പ്രിസിഷൻ അറ്റാക്കിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുകയും എന്തൊക്കെയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫിംഗ് ഈ രാജ്യങ്ങൾക്ക് കൂടി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നതും. ഏതായാലും ഇന്ത്യ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയും, ഒരു സാധാരണക്കാരെ പോലും പാകിസ്ഥാനിൽ ഇന്ത്യ അവരുടെ മരണത്തിനിടയാക്കിയിട്ടില്ല. ഭീകരവാദികളെയും ഭീകര കേന്ദ്രങ്ങളെയും മാത്രമാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്.